ഹായ്, എല്ലാവർക്കും നമസ്കാരം. അനന്ത പത്മനാഭൻ പള്ളി കൊള്ളുന്ന അനന്തപുരിയിലെ പത്മനാഭ സ്വാമി ക്ഷേത്ര വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയ ഉലകം ചുറ്റും വാലിബൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ ചരിത്ര പ്രസിദ്ധമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുൻഭാഗത്തുള്ള പുത്തൻ മാളിക കൊട്ടാര സമുച്ചയത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള നാഴികമണിയാണ് മേത്തൻ മണി. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 1840 സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്ത് തിരുവനന്തപുരം വാനനിരീക്ഷണ കേന്ദ്രത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായിരുന്ന ജോൺ കാൽഡിക്കോട് മദിരാശിയിലെ ചിന്നപട്ടണത്ത് നിന്നും 2 വലിയ നാഴികമണികൾ വാങ്ങി. അതിലൊന്ന് അന്നത്തെ തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനമായിരുന്ന പത്മനാഭപുരം കൊട്ടാരത്തിലും മറ്റൊന്ന് തിരുവനന്തപുരത്ത് പത്മനാഭ ക്ഷേത്രത്തിലും സ്ഥാപിച്ചു. മേത്തൻ മണിയിൽ ഡയലിൻ്റെ തൊട്ട് മുകളിലായി മഹാഗണി തടിയിൽ പണി കഴിപ്പിച്ച ഓരോ മണിക്കൂറിലും വായി തുറക്കുന്ന ഒരു താടിക്കാരൻ്റെ രൂപവും അയാളുടെ മുഖത്തേക്ക് ഇരുവശത്തു നിന്നും ആഞ്ഞിടിക്കുന്ന 2 മുട്ടനാടുകളുമാണ് ഉള്ളത്. മണിശബ്ദം മുഴങ്ങുമ്പോൾ ആട്ടിൻകുട്ടികൾ താടിക്കാരൻ്റെ മുഖത്ത് പരസ്പരം മുട്ടുന്നു. ക്ഷേത്ര ദർശനത്തിനായി എത്തുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ്, ക്ഷേത്രത്തിനുള്ളിലേക്ക് നമുക്ക് മൊബൈൽ ഫോണോ ബാഗുകളോ ഒന്നും തന്നെ കൊണ്ടുപോകാൻ കഴിയില്ല. അതെല്ലാം സൂക്ഷിക്കുന്നതിനായിട്ട് ക്ഷേത്ര കിഴക്കേ നടയുടെ തൊട്ട് മുന്നിലായി തന്നെ ക്ലോക്ക് റൂമുണ്ട്. പിന്നെ ഹാൻഡ് ബാഗോ പേഴ്സോ എന്തെങ്കിലും നമ്മൾ കൊണ്ട് കയറുകയാണെങ്കിൽ തന്നെ അതിനുള്ളിൽ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടാവും. സ്ത്രീകൾക്ക് ചുരിദാർ ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശനമില്ല. അഥവാ ചുരിദാർ ധരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് മുകളിലായിട്ട് മുണ്ടുടുക്കേണ്ടതായിട്ടുണ്ട്. പുരുഷന്മാർക്കും അതുപോലെ തന്നെയാണ്. പാൻറ്റും ഷർട്ടും ഇട്ടുകൊണ്ട് ക്ഷേത്രപ്രവേശനം അനുവദനീയമല്ല. നിർമ്മാല്യ ദർശനത്തിനായി രാവിലെ 3:30 ക്ഷേത്രനട തുറക്കും. 3:30 മുതൽ 4:45 വരെയും 6:30 മുതൽ 7 മണി വരെയും അതിനുശേഷം 8:30 മുതൽ 10 മണി വരെയും 10:30 മുതൽ 11:15 വരെയും 11:45 മുതൽ 12 മണി വരെയും ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. വൈകുന്നേരം 5 മണി മുതൽ 6:15 വരെയും 6:45 മുതൽ 7:20 വരെയും ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. രാവിലെ 6:30 മുതൽ 7 മണി വരെയുള്ള സമയത്താണ് ഞങ്ങൾ ക്ഷേത്ര ദർശനം നടത്തിയത്. അതിനായിട്ട് 6 മണിക്ക് തന്നെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. 108 ദിവ്യദേശങ്ങളിലൊന്നായ ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായാണുള്ളത്. കിഴക്ക് ഭാഗത്തുള്ള വലിയ ഗോപുരം ദ്രാവിഡ ശൈലിയിലും മറ്റു ഗോപുരങ്ങൾ കേരളീയ ശൈലിയിലും നിർമ്മിച്ചിരിക്കുന്നു. തഞ്ചാവൂർ മാതൃകയിൽ 100 അടിയോളം ഉയരത്തിൽ 7 നിലകളിലായി 7 കിളിവാതിലുകളും മുകളിൽ 7 സ്വർണ്ണത്താഴിക കുടങ്ങളും ഉള്ള കിഴക്കേ ഗോപുരം കൃഷ്ണശില ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്ര ചുറ്റമ്പലം വളരെ വിസ്തൃതിയേറിയതാണ്. ഒത്ത നടുക്കായി ശ്രീകോവിലുണ്ട്. ക്ഷേത്രത്തിലെ പ്രശസ്തമായ ഒറ്റക്കൽ മണ്ഡപം ഇവിടെയാണ്. പുറത്ത് വിളക്കുമാടങ്ങൾ കാണാം. ശ്രീകോവിലിന് പിൻവശത്തെ ഭിത്തിയിലുള്ള അനന്തശയനത്തിൻ്റെ ചുവർ ചിത്രം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചുവർ ചിത്രങ്ങളിൽ ഒന്നാണ്. ഇതിനെല്ലാം പുറമെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കടുശർക്കര യോഗക്കൂട്ടുകൊണ്ടും 12,008 സാളഗ്രാമങ്ങൾ കൊണ്ടും നിർമ്മിച്ച 18 അടി നീളമുള്ള ഭഗവത് വിഗ്രഹം തന്നെയാണ്. ദീർഘചതുരാകൃതിയിൽ 3 വാതിലുകളോട് കൂടിയതാണ് ഇവിടുത്തെ ശ്രീകോവിൽ. അനന്തൻ്റെ മുകളിൽ യോഗനിദ്രയിൽ പള്ളി കൊള്ളുന്ന മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശ്രീ ഭഗവത് രൂപം 3 ഭാഗങ്ങളിലായി മാത്രമേ ദർശിക്കാനാകൂ. വലത് കൈ ചിന്മുദ്രയോടുകൂടി അനന്തതൽപ്പത്തിനു സമീപം തൂക്കിയിട്ടിരിക്കുന്നു. അതിനു താഴെ ശിവലിംഗ പ്രതിഷ്ഠയുമുണ്ട്. ഭഗവാൻ ശ്രീ മഹാദേവനെ നിത്യവും പൂജിക്കുന്നതായി സങ്കല്പം. ശ്രീ പത്മനാഭൻ്റെ നാഭിയിൽ നിന്നും പുറപ്പെടുന്ന താമരയിൽ ചതുർമുഖനായ ബ്രഹ്മാവിൻ്റെ രൂപം കാണാം. ഒരേ ശ്രീകോവിലിൽ ത്രിമൂർത്തികളുടെ സാന്നിധ്യം ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകതയാണ്. പുറകിലായി ഋഷിവര്യന്മാരുടെ കല്ലിൽ വാർത്ത രൂപങ്ങളുമുണ്ട്. ഭഗവാന്റെ മാറിടത്തിനെതിരായി ലക്ഷ്മി ദേവിയെയും അല്പമകലെ ഭൂമി ദേവിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അനന്തൻ്റെ മുകളിൽ പള്ളി കൊള്ളുന്ന ഭഗവാൻ കുടികൊള്ളുന്ന ദേശത്തിന് തിരു അനന്തപുരം എന്ന പേരും ലഭിച്ചു.
അളന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്ത സമ്പദ് സമൃദ്ധിയുടെ കാര്യത്തിലും പത്മനാഭസ്വാമി ക്ഷേത്രം ഒന്നാമത് തന്നെയാണ്. കിഴക്കേ കോട്ടയ്ക്കകത്തെ പുണ്യതീർത്ഥമാണ് പത്മതീർത്ഥക്കുളം. ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ കിഴക്കു ഭാഗത്തായി വിസ്തൃത മനോഹരമായ അന്തരീക്ഷത്തിലാണ് പത്മതീർത്ഥം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ 4 ഭാഗത്തും ഗതകാല പ്രൗഢി വിളിച്ചോതുന്ന ധാരാളം കെട്ടിടങ്ങൾ കാണാം. പത്മതീർത്ഥക്കുളവും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ഉൾപ്പെടുന്ന ഈ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.